ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പെർത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ ബ്രദറനും ഷാലോം ഗോസ്പൽ മിനിസ്ട്രീസ് കണ്ണൂരും സംയുക്തമായി നടത്തുന്ന സംഗീത പരിപാടിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയാണ്. മിക്കവാറും എല്ലാ മാസത്തിന്റെയും അവസാനത്തെ ശനിയാഴ്ചകളിൽ നടത്തിവരുന്ന സംഗീത ശുശ്രൂഷയാണ് ഇന്ന് സങ്കീർത്തനം എന്ന പേരിൽ ഈ പ്ലാറ്റ്ഫോമിൽ നടത്തപ്പെടുന്നത്. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ഈ മീറ്റിംഗ് ആദ്യോടന്തം യാതൊരു പ്രയാസങ്ങളും കൂടെ നടത്തപ്പെടുവാൻ ഗാനങ്ങൾ ആലപിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ദൈവ കൃപ ലഭിക്കുന്നതിനും യാതൊരു വിധമായ സാങ്കേതിക തകരാറുകളോ ബുദ്ധിമുട്ടുകളോ ഒന്നും നേരിടാതെ നല്ല രീതിയിൽ ഗാനങ്ങൾ കേൾക്കുന്നതിനും ആസ്വദിക്കുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പ്രിയ സഹോദരി സഹോദരന്മാർക്ക് ജോയിൻ ചെയ്യുവാനായിട്ട് ആവശ്യമുണ്ട്. അവരെത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുവാനും നമുക്ക് ഒരുമിച്ച് അല്പസമയം ദൈവസന്നിധിയിലായിരിക്കാനും നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. അതുമാത്രമല്ല, ഇന്ന് ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസന് ആവശ്യമായിരിക്കുന്ന ദൈവകൃപ ലഭിക്കുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ എറണാകുളത്തായിരിക്കുന്ന ഡോക്ടർ KC അബ്രഹാം അങ്കിൾ പ്രാർത്ഥിച്ചു. നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. അതിനായിട്ട് പ്രിയ അങ്കിളിനെ ഞാൻ ക്ഷണിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ പ്രിയപിതാവേ, അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങൾക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഒന്നിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ അടുത്തു വരുവാൻ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. പിതാവിൻ ദൈവമേ, കഴിഞ്ഞ അനേക നാളുകളായിട്ട് പെർത്ത് ബ്രദറിൻ അസംബ്ലിയും പ്രിയ ജോൺ ചെറിയാൻ ലീഡ് ചെയ്യുന്ന അവിടുത്തെ മിനിസ്ട്രി, അതുപോലെ തന്നെ ഗോസ്പൽ മ്യൂസിക് മിനിസ്ട്രി, പ്രിയ റജോയ് ജോൺ ലീഡ് ചെയ്യുന്ന മിനിസ്ട്രി, ഇതൊക്കെ കഴിഞ്ഞ ആളുകൾ അനേകർക്ക് ആശ്വാസകരമായി കർത്താവെ അവിടുന്ന് കഴിഞ്ഞ കാലങ്ങൾ അവിടുന്ന് നടത്തി കർത്താവ് അനുഗ്രഹിച്ചു. വിവിധ സഭകളിൽ നിന്നും വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഗ്ലോബലായിട്ട് ഞങ്ങൾക്ക് അനേകർക്ക് പല സമയത്ത് ഒന്നിച്ചു ചേരുവാൻ സഹായിച്ച കൃപയ്ക്കായ സ്തോത്രം. അനേക സന്ദേശങ്ങൾ, അതുപോലെ അനേക ഗാനങ്ങൾ അനേകർക്ക് പ്രയോജനകരമായി ഈ പ്ലാറ്റ്ഫോമിൽ കൂടി അവതരിപ്പിച്ചിട്ടുണ്ട്. കർത്താവെ പ്രിയാവന്തേമേ, അവിടുത്തെ കണ്ണുകളേറെ ഇന്നത്തെ പ്രോഗ്രാം തിരുസന്നിധിയിൽ ഫലമേൽപ്പിക്കുന്നു. ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത് പ്രിയപ്പെട്ടവരെ പ്രത്യേകത്തിന് മുമ്പിൽ ഫലേൽപ്പിക്കുന്നു. അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു കൊടുക്കണമേ, സഹായിക്കണമേ. അവിടുത്തെ വരവ് താമസിക്കുകയാണെങ്കിൽ തുടർന്നും അനുഗ്രഹപ്പെട്ട രീതിയിൽ ഈ പ്രോഗ്രാം തുടർന്ന് മുന്നോട്ട് പോകാനുള്ള കൃപ ദാനിച്ചണമേ, സഹായിക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവരെയും അവിടുത്തെ കരങ്ങൾ ഫലേൽപ്പിക്കും. ഇന്നത്തെ പ്രോഗ്രാം ലീഡ് ചെയ്യുന്ന പ്രിയ ബോബി തോമസിനെ മുമ്പിൽ ഫലേൽപ്പിക്കുന്നു. ഇതിന്റെ മകളിൽ കൂടി അനുഗ്രഹപ്പെട്ട ദൂതുകളും കേൾക്കുവാനും കൃപ ദാനിച്ചണമേ. അതുപോലെ അനേക കുഞ്ഞുങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കർത്താവെ ഗാനങ്ങൾ ആലപിക്കുന്നുണ്ട്. അവരെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൃപ കൊണ്ട് അവരെ നിറയ്ക്കണമേ, സഹായിക്കണമേ. അനേകർക്ക് പ്രയോജനകരമായി ഈ ഗാനങ്ങളായി തീരുവാനൊക്കെ അവിടുന്ന് സഹായിക്കണമേ. ഇന്നത്തെ പ്രോഗ്രാം ഒന്നും യാതൊരു തടസ്സമില്ലാതെ, നെറ്റിനൊന്നും ഒരു കുഴപ്പമുണ്ടാകാതെ അവിടുത്തെ കൃപ നിറച്ച് ഏറ്റവും അനുഗ്രഹപ്പെട്ട സമയം അവിടുന്ന് ദാനിച്ചണമേ, സഹായിക്കണേ. വന്നുചേർന്ന എല്ലാവർക്കായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിലും കർത്താവ് ഓൺലൈനായിട്ട് മറ്റു സ്ഥലങ്ങളിൽ നിന്നും കേൾക്കുന്നവരായിട്ടുണ്ടെങ്കിൽ അവരെ അനുഗ്രഹിക്കണമേ, സഹായിക്കണേ. കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം അവിടുന്ന് ദാനിച്ചണമേ, സഹായിക്കണമേ. പ്രാർത്ഥന എടുത്ത സ്തോത്രം. സ്ഥലവും ഞങ്ങൾക്ക് ജീവ കർത്താവായ യേശുനാമത്തിൽ തന്നെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ നേരത്തെ ഓർമ്മിച്ചതുപോലെ മിക്കവാറും എല്ലാ മാസത്തിന്റെയും അവസാനത്തെ ശനിയാഴ്ചകളിൽ നടത്തിവരുന്ന സംഗീത ശുശ്രൂഷയാണ് ഇന്നും നടത്തപ്പെടുന്നത്. ഇന്ന് സങ്കീർത്തനം എന്ന പേരിൽ ഇവിടെ നടത്തപ്പെടുന്ന ശുശ്രൂഷ പതിവിൽ നിന്ന് വിരുദ്ധമായി ഇന്ന് ഗാനങ്ങൾ ആലപിക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കുഞ്ഞുങ്ങളാണ് എന്നുള്ള പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ നാളുകളിലൊക്കെയും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സഹോദരി സഹോദരന്മാരുടെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കേൾക്കുവാൻ, ദേവദാസന്മാരുടെ വചന ശുശ്രൂഷ കേൾക്കുവാൻ നമുക്കിടയായി തീർന്നു എന്നുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെർത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ ബ്രദറൻ എന്നുള്ളത് ഓസ്ട്രേലിയയിലെ പെർത്തിൽ മലയാളികളായി
ഏതാനും കുടുംബങ്ങൾ കർത്താവിനെ സേവിച്ചു പോരുന്നു. അവരൊരുമിച്ച് കൂടുന്ന ഒരു കൂട്ടായ്മയാണ് ബർത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ ബ്രദറൻ. അതിന്റെ ചുമതല വഹിക്കുന്ന കർത്താവിന്റെ ദാസനാണ് ബ്രദർ ജോൺ ചെറിയാൻ. ആങ്കിളാണ് ഈ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്നത്. ആ ആങ്കിളിനെയും കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ്. ശാലോം ഗോസ്പൽ മിനിസ്ട്രീസ് എന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ ഉള്ള ഒരു ടീം പ്രവർത്തനമാണ്. ശാലോം ഗോസ്പൽ മിനിസ്ട്രീസ് കഴിഞ്ഞ അനേക വർഷങ്ങളായി കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠാപുരം എന്ന സ്ഥലത്ത് സമസഭാ രൂപീകരണം ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നു. ആ പ്രവർത്തനത്തെ നിങ്ങളോർത്ത് പ്രാർത്ഥിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് ഗാനങ്ങൾ ആലപിക്കുന്നത് ബഹ്റിൽ നിന്നും ജോയന്ന ആൻഡ് ജോയല്ല, അൽവാറിൽ നിന്നും ജോയന ആൻഡ് ജോയലിൻ, ബിലായിൽ നിന്നും എൽസ ആൻഡ് എൽവിൻ, ഡൽഹിയിൽ നിന്നും ജെയ്ക്ക് ആൻഡ് ജെന്നിഫർ, അതേപോലെ UK നിന്നും ജൂലിയ ജോർജ്, മണ്ണാറത്തറ റാന്നിയിൽ നിന്നും ജാനറ്റ് ജോൺ, ഡൽഹിയിൽ നിന്നും ജോവിയ സോളമൻ, ദോഹയിൽ നിന്നും അബ്നേർ രാജു ജോർജ്, കോട്ടയത്തു നിന്നും എൽട്ടൺ ബിനോയ് ചെറിയാൻ, മെൽബണിൽ നിന്നും അതുൽ ക്രിസ്റ്റഫർ എന്നീ കുഞ്ഞുങ്ങളാണ്. കഴിഞ്ഞ നാളുകളിലൊക്കെയും വിവിധ സ്ഥലങ്ങളിൽ അനേക ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. ദൈവം കൊടുത്തിരിക്കുന്ന കഴിവുകൾ കർത്താവിന്റെ നാമമഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കുവാൻ ചെറുപ്പകാലത്തിൽ മുതലേ അവർക്കിടയാകുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വരും ദിവസങ്ങളിലും ദൈവം ധാരാളമായ അവസരങ്ങൾ അവർക്ക് നൽകുകയും അവരുടെ കഴിവുകൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ഇടയായിത്തീരുകയും ചെയ്യട്ടെ. പ്രിയ എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ മീറ്റിംഗിൽ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്ന കർത്താവിന്റെ ദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരെ എല്ലാവരെയും ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കൊരുമിച്ച് അല്പസമയം ദൈവസന്നിധിയിലായിരിക്കാം. മനോഹരമായിരിക്കുന്ന ഗാനങ്ങൾ നമുക്ക് കേൾക്കുവാൻ ഇടയായി തീരട്ടെ. മാത്രമല്ല, ഇന്നത്തെ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതനായ കർത്താവിന്റെ ദാസൻ ബോബി തോമസ് ആണ്. കഴിഞ്ഞ നാളുകളിലൊക്കെയും വിവിധ നിലകളിൽ നമുക്കൊരുമിച്ച് ശുശ്രൂഷയിലായിരിക്കാൻ ഇടയായി തീർന്നിട്ടുണ്ട്. വിവിധ മാധ്യമങ്ങളിലൂടെ നാം അദ്ദേഹത്തെ അറിയുന്നതാണ്. കർത്താവിന്റെ നാമത്തിനു വേണ്ടി ചെറുപ്പകാലം മുതൽക്ക് തന്നെ വളരെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസനാണ്. വിവിധ സ്ഥലങ്ങളിൽ ക്ലാസുകൾ എടുക്കുവാനും ദൈവം ശുശ്രൂഷിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുവാൻ ഞങ്ങൾക്ക് അദ്ദേഹത്തെ ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നുള്ള മീറ്റിംഗ് ലീഡ് ചെയ്യുന്നതിന് വേണ്ടി പ്രിയ ബോബി തോമസ് സഹോദരനെ എല്ലാ സ്നേഹത്തോടും ആദരവോടും കൂടി ഞാൻ ക്ഷണിക്കുകയാണ്. കർത്താവിന്റെ അതിപരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വൈകുന്നേര സമയം ഇന്ത്യയിൽ ഞാൻ മനസ്സിലാക്കുന്നു വിവിധ രാജ്യങ്ങളിൽ നിന്നും പ്രിയപ്പെട്ടവർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ചിലയിടങ്ങളിലൊക്കെ രാവിലെയാണ്. എങ്കിലും പല സമയങ്ങളിൽ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പ്രിയ സഹോദരൻ ഓർപ്പിച്ചതുപോലെ ബർത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ ബ്രദറും ഓസ്ട്രേലിയയിലുള്ള പ്രിയപ്പെട്ടവരും ഷാലോം ഗോസ്പൽ മിനിസ്ട്രീസ് കണ്ണൂരിലെ പ്രവർത്തനം ഒന്നിച്ച് ക്രമീകരിച്ചിരിക്കുന്ന ഈ വളരെ വ്യത്യസ്തമായ പ്രത്യേകമായ ഈ യോഗത്തിൽ എളിയവനും കടന്നു വരുവാൻ സാധിച്ചതിൽ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. ഈ യോഗത്തിന്റെ മീറ്റിംഗിന്റെ പേര് സങ്കീർത്തനം എന്നാണ്. അതൊരു പ്രത്യേക പ്രോഗ്രാമാണ്. പ്രിയ സഹോദരൻ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ ആലപിക്കുന്ന ഗാനങ്ങൾ കേൾക്കുവാനുള്ള ഒരു സാവകാശം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന കഴിവും അവർക്ക് കൊടുത്തിരിക്കുന്ന താലന്തും ഈ ചെറുപ്പകാലത്തിൽ തന്നെ ദൈവനാമ മഹത്വത്തിനായിട്ട് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നു. അതിനായി അവരുടെ പേരൻസ് അവരെ ഒരുക്കുന്നു. ഇങ്ങനെയുള്ള വേദികൾ ഒരുക്കി കർത്താവിനെ മഹത്വീകരിക്കുവാൻ അവർക്കും നമുക്കെല്ലാവർക്കും ദൈവം അവസരം നൽകിയിരിക്കുന്നു. അനേക ഗായകർ നമുക്കിന്നുണ്ട്, അനേകം പാട്ടുകൾ നമുക്ക് കേൾക്കാനുണ്ട്. അതുകൊണ്ട് എന്റെ വാക്കുകളൊക്കെ ഞാൻ വെട്ടിച്ചുരുക്കി കൂടുതൽ പാട്ടുകൾ കേൾക്കാനും ദൈവവചനത്തിൽ നിന്നും അല്പസമയം ശ്രദ്ധിക്കുവാനും സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ.
ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് തിരുവചനത്തിലാണ്. നമ്മുടെ നടപ്പും എടുപ്പും, നമ്മുടെ പ്രവൃത്തികളും, നമ്മുടെ ശുശ്രൂഷകളും, നമ്മുടെ ഉത്തരവാദിത്തങ്ങളും, നമ്മുടെ ജീവിതവും, നമ്മുടെ സകല കാര്യങ്ങളും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ, ബൈബിളിന്റെ അടിസ്ഥാനത്തിലാണ്. ദൈവം നമ്മോട് ഇന്നും സംസാരിക്കുന്നു. അത് ദൈവം തന്റെ വചനത്തിലൂടെയാണ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. തിരുവചനം നമ്മുടെ കരങ്ങളിലേക്ക് നൽകിയിരിക്കുകയാണ്. അത് വായിക്കുവാനും അത് ധ്യാനിക്കുവാനും ദൈവം നമ്മോട് ഹൃദയങ്ങളിൽ ആഴങ്ങളിലേക്ക് ഇടപെടുവാൻ നാം തിരുവചനത്തിന് കീഴ്പ്പെട്ടു കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. പ്രിയരെ, തിരുവചനത്തിന്റെ മാധുര്യം അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. അത് തേനിലും തേൻകട്ടയിലും മാധുര്യമേറിയതാണ്. അതുകൊണ്ട് ഇന്നത്തെ മീറ്റിംഗിന്റെ പ്രാരംഭ ഗാനം നാം കേൾക്കുവാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും പരിചിതമായ തേനിലും മധുരം വേദമല്ലാതെ മറ്റേതാണ് ഉള്ളത്. അത് തീർച്ചയായിട്ടും തിരുവചനമാണ് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത്. ആ മാധുര്യമേറിയ തിരുവചനത്തിന്റെ മാഹാത്മ്യത്തെ വിളമ്പുന്ന അതിമനോഹരമായ ആ ഗാനം ഇപ്പോൾ പ്രിയ അതുൽ ക്രിസ്റ്റഫർ, പ്രിയ പൈതൽക്ക് മെൽബണിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. പ്രിയ മകൻ ഇപ്പോൾ അത് ആലപിക്കുന്നതാണ്. പ്രിയ അതുലിനെ വളരെ സന്തോഷത്തോടുകൂടെ ആ ഗാനം ആലപിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. മധുരം വേദമല്ലാതെന്തുണ്ട് ചോഴാ, ശാശ്വതമിതിലെ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുകോഴാ. മധുരം വേദമല്ലാതെന്തുണ്ട് ചോഴാ, നീ സശ്രദ്ധമിതിലെ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുകോഴാ. മഞ്ഞുപോലോക മഹിമകൾ മുഴുവൻ മാഞ്ഞിടുമൻ തോഴാ, ദിവ്യ രഞ്ജിത വചനം ഭഞ്ജിതമാക്കാം പൊഴിക്കും തോഴാ. മഞ്ഞുപോലോക മഹിമകൾ മുഴുവൻ മാഞ്ഞിടുമൻ തോഴാ, ദിവ്യ രഞ്ജിത വചനം ഭഞ്ജിതമാക്കാൻ പൊഴിക്കും തോഴാ. മിന്നും വസ്ത്രങ്ങളും മിന്നും രത്നങ്ങളും ഇതിനു സമമോ തോഴാ, എന്നും അതു ബലമരുളും അതിശോഭ കലരും കരിത്തരുമഞ്ഞോണം. മിന്നും വസ്ത്രങ്ങളും മിന്നും രത്നങ്ങളും ഇതിനു സമമോ തോഴാ, എന്നും അതു ബലമരുളും അതിശോഭ കലരും കരിത്തരുമഞ്ഞോണം.
ನೋಡುತ್ತೇನ್ ಕೂಡಲಿಲೆ ನತೆಲಿತೇನಿದಿನು ಸಮಾಮ സോഴ ദിവ്യ തിരുവചനം നിൻ ദുരിതമകറ്റാൻ വഴി പറയും തോഴ നോടുത്തേൻ കൂടതിലെ നൽത്തെളിത്തേനിതിനു സമം തോഴ ദിവ്യ തിരുവചനം നിൻ ദുരിതമകറ്റാൻ വഴി പറയും തോഴ ഗമ പദ പാമഗരി ഗമ പമാഗരി സരി ഗമ ഗാരി സനി പാസ സാനി സരി സരി ഗരി ഗമ സാനി ഗ പമാഗരി സരി ഗമ പ ഗമ പമാഗരി സരി ഗമ പ പദ പമ പമ ഗമ ഗ ഗമ പ അരീരി ഗമ പ സാനി ഗ പ ഗമ പ ഗമ പ രി ഗമ സരി ഗ നി സരി സനി സാനി സരി നി സരി സരി ഗ രി ഗമ ഗമ പ പദ പ ഗ പ മരി മ ഗ സഗരി നി സരി സനി പ നി സരി സരി സ ഗ രി ഗമ പ നി സരി സരി നി സ സരി ഗ രി സരി രി ഗ ഗ രി ഗ ഗ പ പ പ സാനി ര പ ഗ പ പ പദ പ മ ഗ പ പദ പ മ ഗ ര പ മ ഗ രി സനി സ തേലും മധുരം വേദമല്ലാതിന്നേതൊണ്ട് ചൊല്ലുപോഴാ സശ്രദ്ധമിതിലെ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുകൻ പോഴാ. Thank you. കർത്താവിന് മഹത്വം. പ്രിയ അതിലൂടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ പാട്ട് കേൾക്കുവാൻ സാധിച്ചു. നെറ്റ്വർക്കിന് ഒരല്പം ഓഡിയോയുടെ ഒരല്പം പ്രശ്നം ഉണ്ടായിരുന്നുവെങ്കിലും പ്രിയ മന നന്നായിട്ട് ആലപിക്കുവാൻ ദൈവം സഹായിച്ചു. തുടർന്നും കർത്താവിനെ മഹത്വത്തിനായിട്ട് വരുന്ന നാളുകളിൽ അധികം പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് പ്രിയമകനെ പ്രാർത്ഥനയിൽ ഓർക്കാം. സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, എന്മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. പ്രിയരെ, ദൈവമക്കളായിരിക്കുന്ന നാം ആരും ദൈവം നമ്മോട് ചെയ്യുന്ന ഉപകാരങ്ങൾ മറന്നു പോകുവാൻ പാടില്ല. ദൈവത്തോട് എത്ര നന്ദിയുള്ളവരായി നാം ആയിരിക്കണം. പാപികളും ദോഷികളുമായിരുന്നു നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്ത ദൈവത്തിന്റെ സ്നേഹം. അതുകൊണ്ടാണ് ഒരു ദൈവദാസൻ പറഞ്ഞത്, വി നീഡ് ടു ഹാവ് ഓൾവേസ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. എപ്പോഴും ദൈവത്തോട് നന്ദിയുള്ള ഒരു മനോഭാവമുള്ളവരായിരിക്കാൻ കഴിയും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഏത് പ്രതികൂല സാഹചര്യത്തിലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. പിറുപിറുപ്പുകൾ മാറ്റി നിർത്തുവാൻ, നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളുടെ നടുവിൽ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിൽ ഉറച്ചിരിക്കുവാനും കഴിയണമെങ്കിൽ ഒരു നന്ദിയുള്ള ഹൃദയം നമുക്കുണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവത്തെ സ്തുതിക്കുന്ന നന്ദിയുള്ളൊരു ഹൃദയം വെച്ചു പുലർത്തേണ്ടതിന്റെ ആവശ്യകതയും ആ യാഥാർത്ഥ്യത്തെയും വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്ന ഒരു മനോഹരമായ ഹിന്ദി ഗാനമാണ് ഇനി നാം കേൾക്കാൻ പോകുന്നത്. ആ ഗാനം ആലപിക്കുന്നത് രണ്ട് കുഞ്ഞുങ്ങൾ ചേർന്നാണ്. പ്രിയ എൽസ സൂസൻ അലക്സും എൽവിൻ സിസിലി അലക്സ്, ഈ രണ്ട് കുഞ്ഞുങ്ങൾ ചേർന്ന് പ്രിയപ്പെട്ടവർ ബിലായിൽ നിന്നാണ്. പ്രിയ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഒരു ഹിന്ദി ഗാനം നമുക്കായിട്ട് ആലപിക്കുന്നു. നമുക്ക് കേൾക്കാം. Now over to them. उसके बदले में क्या
कुछ है मेरा सब तूने दिया, धन्यवाद का कटोरा उठा के मैं ये कहूँ, धन्यवाद का कटोरा उठा के मैं ये कहूँ। पिता धन्यवाद, यीशु धन्यवाद, धन्यवाद आत्मा धन्यवाद, पिता धन्यवाद, यीशु धन्यवाद, धन्यवाद आत्मा धन्यवाद। आशीष तुझसे है मेरी, बिन मांगे तूने है सब कुछ दिया। आशीष तुझसे है मेरी, बिन मांगे तूने है सब कुछ दिया, धन्यवाद का कटोरा उठा के मैं ये कहूँ, धन्यवाद का कटोरा उठा के मैं ये कहूँ। पिता धन्यवाद, यीशु धन्यवाद, धन्यवाद आत्मा धन्यवाद, पिता धन्यवाद, यीशु धन्यवाद, धन्यवाद आत्मा धन्यवाद। Thank you. കർത്താവിന് മഹത്വം. പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാം തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്നറിയുന്നതിന് വലിയ സന്തോഷം എന്താണുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ സത്യത്തിൽ നടക്കുന്നു. ഈ പ്രായത്തിലെ അനുഗ്രഹീതമായ ഗാനങ്ങൾ, തിരുവചനത്തിലെ ഗാനങ്ങളുമൊക്കെ ഈ നിലയിൽ പഠിച്ച് പാടുവാനും ഒക്കെ സാധിക്കുന്നു. ഇത് കേൾക്കുന്ന നമുക്ക് എത്രയോ സന്തോഷമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവ പൈതലിന്റെ ഏറ്റവും വലിയ ആശയും ആവേശവും എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിന്റെ മടങ്ങിവരവ്. ഈ ഭൂവിൽ എന്തെല്ലാം സംഭവിച്ചാലും നമ്മെ ഉറപ്പിച്ചു നിർത്തുന്നത്, ഏത് സങ്കടങ്ങളുടെ മധ്യത്തിലും നമുക്ക് ആശ്വാസവും ഉറപ്പും നൽകുന്നത് നമ്മുടെ കർത്താവ് വരും, നമ്മെ ചേർക്കുമെന്നുള്ള ആ വലിയ പ്രത്യാശയാണ്. അത് കേവലം ഒരു പ്രതീക്ഷയല്ല, ഉറപ്പായും സംഭവിക്കുന്ന പ്രത്യാശയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകും. റോമിലെ വീട്ടുതടങ്കലിൽ കിടക്കുമ്പോഴും പൗലോസ് പറയുക, നമ്മുടെ പൗരത്വമോ അത് സ്വർഗത്തിലാകും. നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും, നമ്മെ ചേർക്കും എന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. ഈ പ്രത്യാശയാണ് നമ്മെ അനുദിനവും മുൻപോട്ട് നടത്തുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിനെല്ലാം മഹത്വം അർപ്പിക്കുന്നു. ഈ പ്രത്യാശയെ ഓർമ്മപ്പെടുത്തുന്ന വളരെ മനോഹരമായ ഒരു ഗാനം ഇനി നാം കേൾക്കാൻ പോകുന്നു. എനിക്ക് വേറില്ലാശ ഒന്നുമെൻ പ്രിയനെ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനം ഇപ്പോൾ പ്രിയ ജാനറ്റ് ജോൺ മണ്ണാർത്ര പ്രിയ മകൾ നമുക്കായിട്ട് ആലപിക്കുന്നു. പ്രിയ മകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എനിക്ക് വേറില്ലാശ ഒന്നുമെൻ പ്രിയനെ, എനിക്ക് വേറില്ലാശ ഒന്നുമെൻ പ്രിയനെ, പൊന്നുമുഖം നിന്നു കണ്ടുകൊള്ളും ദാസൻ, പൊന്നുമുഖം നിന്നു കണ്ടുകൊള്ളും ദാസൻ,
മനസ്സലിവോടു നിൻ കരുണകളോരോന്നും മനസ്സലിവോടു നിൻ കരുണകളോരോന്നും എനിക്കു നീ നൽകുന്നതെന്തുമാ സ്നേഹമേ എനിക്കു നീ നൽകുന്നതെന്തുമാ സ്നേഹമേ പരമപിതാവേ നിൻ അരികിൽ വരാനിനി പരമപിതാവേ നിൻ അരികിൽ വരാനിനി എത്ര നാൾ കൂടി നീ ദീർഘമാക്കിയിടുമോ എത്ര നാൾ കൂടി നീ ദീർഘമാക്കിയിടുമോ എൻ കിരീടം വേറെ ആരുമെടുക്കായ്വാൻ എൻ കിരീടം വേറെ ആരുമെടുക്കായ്വാൻ നിൻ ഹിതം പോലെ ഞാൻ ഓടുമാറാകണം നിൻ ഹിതം പോലെ ഞാൻ ഓടുമാറാകണം നല്ല പോർച്ചി നല്ല പോർച്ചീതന്റെ വേല തികയ്ക്കുവാൻ വല്ലഭനേ എന്നിൽ ശക്തി നീ നൽകണം വല്ലഭനേ എന്നിൽ ശക്തി നീ നൽകണം ഈവനലോകത്തിൽ നീ എനിക്കാശ്രയം ഈവനലോകത്തിൽ നീ എനിക്കാശ്രയം ദൈവമേ നീ എനിക്കപ്പനുമമ്മയും ദൈവമേ നീ എനിക്കപ്പനുമമ്മയും എൻ പ്രിയനേ എൻ പ്രിയനേ എന്റെ കണ്ണുനീർ നിന്നോടെ പൊന്നുകരം
താങ്ക് യു ജാനറ്റ്. വളരെ അർത്ഥവത്തായ ഒരു മനോഹരമായ ഗാനം കൂടെ കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് സുഖദുഃഖ സമ്മിശ്രമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാൻ കൂടെ നമുക്ക് വരം നൽകിയിരിക്കുന്നു. അപ്പോൾ കർത്താവിൽ വിശ്വസിക്കുന്നത് മാത്രമല്ല, ഈ ഭൂമിയിൽ ക്രിസ്തു വിശ്വാസികളായി നമുക്ക് എല്ലാവർക്കും കഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ വീണ്ടും പൗലോസ് പറഞ്ഞിരിക്കുന്നത്, എന്നെക്കുറിച്ച് നിങ്ങൾ കേൾക്കുന്ന കഷ്ടത അല്ലെങ്കിൽ പോരാട്ടം അത് നിങ്ങൾക്കുമുണ്ടല്ലോ. നമുക്ക് എല്ലാവർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കഷ്ടതയും പ്രയാസങ്ങളും വേദനകളും ഒക്കെയുണ്ട്. എന്നാൽ അതിന്റെയൊക്കെ മധ്യത്തിൽ നമുക്ക് ലോകമനുഷ്യരിൽ നിന്നും നമ്മെ വ്യത്യസ്തരാക്കുന്നത് ഈ പ്രശ്നങ്ങളുടെ ഒക്കെ നടുവിൽ മധ്യത്തിൽ നമ്മെ സഹായിക്കുന്ന ഒരു കർത്താവുണ്ട് എന്നതാണ്. ആ കർത്താവ് നമ്മോട് പറയുന്നത്, പൗലോസിനോട് നമ്മോട് പറഞ്ഞിരിക്കുക, മൈ ഗ്രേസ് ഇസ് സഫിഷ്യന്റ് ഫോർ യു. എന്റെ കൃപ നിനക്ക് മതി. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എന്റെ സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരും. പ്രിയരെ, നമുക്ക് എല്ലാവർക്കും പറയുവാൻ കഴിയുന്ന നമുക്കൊരു ആശ്രയം, നമുക്കൊരു ആശ്രയപ്പാറ നമുക്കുണ്ട്. അത് നമ്മുടെ കർത്താവാണ്, അത് നമ്മുടെ മഹോന്നതനായ ദൈവമാണ്. ഈ അർത്ഥം വരുന്ന ഒരു ഇംഗ്ലീഷ് ഗാനം നമുക്ക് ഇനി കേൾക്കാം. ആ ഗാനം ആലപിക്കുന്നത് പ്രിയ മകൾ ജൂലിയ ജോർജ് ആണ്. പ്രിയ മകൾ UK നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. പ്രിയ മകളെ വളരെ ആദരവോടുകൂടെ ക്ഷണിക്കുന്നു. ജൂലിയ ജോർജ്. The roaring lion
declared the grave has no claim on me. Then came the morning that sealed the promise. Your buried body began to breathe out of the silence. The roaring lion declared the grave has no claim on me. Jesus, yours is the victory. Hallelujah. Praise the one who set me free. Hallelujah. Death has lost its grip on me. You have broken every chain. There's salvation in your name, Jesus Christ, my living hope. Hallelujah. Praise the one who set me free. Hallelujah. Death has lost its grip on me. You have broken every chain. There's salvation in your name, Jesus Christ, my living hope. Jesus Christ, my living hope. Jesus Christ, my living hope. താങ്ക് യു ജൂലിയ. കൂടെ ഉണ്ടായിരുന്ന പ്രിയ ബ്രദറിനെ ഓർത്തും ജൂലിയയുടെ ബ്രദറും നന്നായിട്ട് ഗിറ്റാർ വായിച്ചു. കർത്താവ് സഹായിക്കട്ടെ. ഇരുവർക്കും ദൈവം ആവശ്യമായ എല്ലാ കൃപയും നൽകി വരുന്ന ആളുകളിലും ദൈവം ഉപയോഗിക്കട്ടെ. 23-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, എന്തുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. അതാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രശ്നങ്ങളുടെ നടുവിലും ഭയമില്ലാതെ അവയെ നേരിടുവാൻ നമ്മെ സഹായിക്കുന്നത്. നമ്മുടെ കർത്താവ്, our Lord is with us. നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. അവൻ നമ്മെ വഴി നടത്തുന്ന കർത്താവാണ്, പരിപാലിക്കുന്ന, നമ്മെ താങ്ങുന്ന, കൃപയും ദയയും നമ്മോട് കാണിക്കുന്ന തേജോമയനായ ദൈവമാണ്. നമ്മളിപ്പോൾ ഒരു ഇംഗ്ലീഷ് ഗാനം കേട്ടു. ഇനി നമുക്കൊരു ഹിന്ദി ഗാനം കേൾക്കാം. ഡൽഹിയിൽ നിന്നും ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയ ജെയ്ക്ക് സോളമൻ, ജെനിഫർ, ഈ പ്രിയ കുഞ്ഞുങ്ങൾ ആ ഗാനം നമുക്കായിട്ട് ആലപിക്കുന്നു. അതിന് മലയാളം പാട്ടിന്റെ ട്രാൻസ്ലേഷൻ ആണ് ഹിന്ദിയിൽ. മലയാളം പാട്ടിലാണ് ദേവാദി ദേവസുധൻ ദയയും കൃപയും നിറഞ്ഞു വരുന്നുള്ള ആ വളരെ പ്രസിദ്ധമായ ഗാനം. അതിന്റെ ട്രാൻസ്ലേഷൻ ആയിട്ടുള്ള ഹിന്ദി ഗാനമാണ് പ്രിയ കുഞ്ഞുങ്ങൾ ആലപിക്കുന്നത്. പ്രിയ ജെയ്ക്കിനെയും പ്രിയ ജെനിഫറിനെയും ഗാനം ആലപിക്കുവാൻ വേണ്ടി ക്ഷണിക്കുന്നു. Praise the Lord. Thank
താങ്ക് യു. പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ മനോഹരമായിട്ട് ജയിക്കും ജെനിഫറും പാട്ട് പാടി ദൈവത്തിന് എല്ലാ മുഖത്തും അർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ തുടർന്നും സഹായിക്കട്ടെ. ദി ലോർഡ് ബ്ലെസ് യു. ഇനിയുള്ള ഒരു അല്പസമയം ഒരു ലഘു സന്ദേശത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനോഹരങ്ങളായ പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനോട് ചേർന്ന് ഇനിയും പാട്ടുകളുണ്ട്. അതിനു മുമ്പായിട്ട് ചെറിയ ഒരു സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ കർത്താവിൽ ശരണപ്പെട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ പരിചിതമായിരിക്കുന്ന ഒരു സങ്കീർത്തനത്തിലെ ചില വാക്യങ്ങൾ വായിക്കുന്നു. 139 സങ്കീർത്തനം, അതിന് 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. Psalms 139 verses 1 to 6. 139 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. നീ മുൻപും പിൻപും എന്നെ അടച്ച് നിന്റെ കൈ എന്റെ മേൽ വച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കും. ദാവീദിന്റെ ഒരു അനുഗ്രഹീതമായ സങ്കീർത്തനമാണത്. ഈ സങ്കീർത്തനത്തിന്റെ പ്രഥമ വിഷയം എന്ന് പറയുന്നത് ദൈവം എത്ര അത്ഭുതവാൻ എന്നതാണ്. കേവലം ദൈവത്തെക്കുറിച്ചുള്ള ചില അറിവുകൾ, ദൈവശാസ്ത്രപരമായ ചില അറിവുകൾ, അത് നമുക്ക് പ്രയോജനപ്പെടുന്നു എന്നതല്ല ഇവിടെ സങ്കീർത്തനക്കാരൻ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നാം അത് വിശ്വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം. ദൈവത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വിഷയം എടുക്കാൻ, ക്ലാസ് എടുക്കാൻ പറഞ്ഞാൽ, ക്രിസ്റ്റോളജി ആകട്ടെ, തിയോളജി പ്രോപ്പർ ആകട്ടെ, ന്യൂമറ്റോളജി ആകട്ടെ, അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയം എടുക്കാൻ പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകൾ ഇന്നതാണ് അക്കമിട്ട് പറയാം, നമുക്കറിയുകയും ചെയ്യാം. ബ്രദറൻ വിശ്വാസികളായിരിക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെക്കുറിച്ചും തിരുവചനത്തിലും അനേക യാഥാർത്ഥ്യങ്ങൾ നാം അറിഞ്ഞിട്ടുള്ളവരാണ്. എന്നാൽ കേവലം നമ്മുടെ അറിവ് കൊണ്ട് നമുക്ക് എന്ത് മെച്ചമാണ് ഉണ്ടാകുന്നത്? ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അതിൽ നിന്നും ഒരു പടി മുൻപിലേക്ക് വന്ന് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിനെ കുറിച്ച് നാം അറിഞ്ഞിരിക്കുന്ന വസ്തുതകൾ വിശ്വസിക്കുമ്പോൾ, അതിൻ പ്രകാരം ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾ. അതിലൊരു കാര്യം മാത്രം ഈ സങ്കീർത്തനത്തിൽ ഏകദേശം 4ഓളം ദൈവത്തിന്റെ അത്ഭുതപ്പെടുത്തുന്ന സ്വഭാവ സവിശേഷതകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സമയത്തിന് കുറവ് കൊണ്ട് ഒരു കാര്യം മാത്രം ഒന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. ഈ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 6ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്: ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. ഞാൻ ലളിതമായിട്ട് ഇങ്ങനെ പറയട്ടെ, ദൈവത്തിന്റെ ഈ പരിജ്ഞാനം, ദൈവത്തിന്റെ ഈ ജ്ഞാനം, ദി ഒംനിഷ്യൻസ് ഓഫ് മൈ ലോ, അതെന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത് കണ്ട് വണ്ടടിക്കുക, ഞാൻ അത്ഭുതപ്പെടുകയാണ് എന്ന് പറയുകയാണ്. ദൈവം സർവജ്ഞാനിയാണ്. ദൈവം സകലവും അറിയുന്നു. ഇഫ് ദ ലോർഡ് ഡു നോട്ട് നോ എവറിത്തിങ്, ദ ലോർഡ് ഡസ് നോട്ട് നോ എവറിത്തിങ്, then he is not the Lord at all. കർത്താവിന് എല്ലാം അറിയത്തില്ല എങ്കിൽ കർത്താവ് ദൈവമായിരിക്കാൻ കഴിയുകയില്ല. കർത്താവിന് സകലവും അറിയാം. ഹി ഈസ് ആൻ ഒംനീഷ്യന്റ് ഗോഡ്. നമ്മുടെ ദൈവം സകലവും അറിയും. ഇനി ഞാൻ ഈ വസ്തുത മനസ്സിലാക്കുന്നു. അതെ, എന്റെ ദൈവം സർവജ്ഞാനിയാണ്. നമ്മുടെ ദൈവം സർവജ്ഞാനിയാണ്. Our God is an omniscient God. Omniscient God. ഇത് കേവലം ഞാൻ അറിഞ്ഞത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകും? ഇല്ല. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എന്റെ ദൈവം സർവജ്ഞാനിയാണ്. ഈ ദൈവം സർവജ്ഞാനിയായ ദൈവത്തെ അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുമ്പോൾ, ആ ബോധ്യത്തോടുകൂടെ ഞാൻ ജീവിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ചില പരിവർത്തനങ്ങൾ ഉണ്ടാവുകയാണ്. പ്രിയരെ, നാം ദൈവത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ യഥാർത്ഥമായും നാം അത് വിശ്വസിക്കുന്നുവെങ്കിൽ, യഥാർത്ഥമായി അത് നാം വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രായോഗിക തലത്തിലേക്ക് കടന്നു വരും. എന്റെ ദൈവം സർവജ്ഞാനിയാണ്, എന്റെ ദൈവം സകലവും അറിയുന്നു. അത് ഞാൻ വിശ്വസിക്കുമ്പോൾ എല്ലാ മേഖലകളിലും അതിന്റെ സ്വാധീനം കടന്നു വരും. ഇവിടെ ഈ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 5 പ്രാവശ്യം സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ദൈവം എന്നെ അറിയുന്നു, ദൈവം എന്റെ നടപ്പറിയുന്നു, ദൈവം എന്നെ അറിയുന്നു, എന്റെ നിരൂപണം അറിയുന്നു. അപ്പോൾ ദൈവം അറിയുന്നു, എന്നെ അറിയുന്നു എന്ന് ദാവീദ് പറയുകയാണ്. അതെത്രയോ ശ്രേഷ്ഠമാണല്ലേ. നമ്മെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത് ദൈവം നമ്മെ അറിയുന്നു. നമ്മുടെ തലയിലെ തലമുടി പോലും
എണ്ണപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് അറിയാം അതിന്റെ എണ്ണം പോലും. അങ്ങനെയെങ്കിൽ ദൈവം നമ്മെ അറിയുന്നു. ആ നമുക്കതൊരു അതിശയമായിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ ഇന്ന് ഈ ഭാഗം വീണ്ടും ചിന്തിച്ചപ്പോൾ ഇതൊരു എത്രയോ വലിയ അതിശയമാണ്. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നെ അറിയുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര അഭിമാനം ഉള്ളവനാകും അല്ലെ? എന്റെ പേരറിയാം. അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് എന്നെ ഒന്ന് കൈ ചൂണ്ടി കാണിച്ചു. കഴിഞ്ഞ ദിവസം ഇവിടെ ഉള്ള ഒരു MLA, ഞങ്ങൾ ഇവിടെ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ അദ്ദേഹം എന്റെ അടുക്കൽ വന്ന് ക്ഷയിക്കാനിരുന്നു. അപ്പോൾ കൂടെയുള്ളവരൊക്കെ ഒന്ന് പറഞ്ഞു, എത്ര നല്ല കാര്യം. എന്നെ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് അറിയത്തില്ല, രാഷ്ട്രീയ നിലയിൽ നിന്നുകൊണ്ട് എനിക്കൊരു ക്ഷയിക്കാൻ നൽകിയതാ. അപ്പോൾ അതത്ര വലിയ കാര്യമായിട്ട് ആളുകൾ കാണുന്നത്. വേണ്ട, നമ്മുടെ MLA നമ്മെ അറിയുന്നു, അല്ലെങ്കിൽ എന്നെ അറിയാം, എന്റെ പേരറിയാം, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളെ അറിയാമെന്നൊക്കെ പറയുമ്പോൾ തന്നെ അദ്ദേഹമായിട്ട് ഞങ്ങൾ വളരെ അടുത്ത ബന്ധത്തിലാണ്. അപ്പോൾ ഒരു അഭിമാനകരമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഓർക്കണമേ, സർവത്തിന്റെയും അധികാരിയായിരിക്കുന്ന, സകലത്തെയും സൃഷ്ടിച്ച, അഖിലാണ്ടത്തിന്റെ ഉടയവനായിരിക്കുന്ന സർവശക്തനായ ദൈവം എന്നെയും നമ്മെ ഓരോരുത്തരെയും അറിയുന്നു. അതെത്രയോ ശ്രേഷ്ഠമാണ്. നമ്മൾ അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കുന്നുണ്ടോ? ആ ദൈവം എന്നെ അറിയുന്നു എന്ന് മാത്രമല്ല, ഇവിടെ നാം വായിക്കുന്നുണ്ട് 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 139-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ, എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. ശോധന ചെയ്തറിയുന്നു എന്ന് വെച്ചാൽ അതിന്റെ ആശയം വളരെ അടുത്ത് ആഴത്തിൽ അറിയുന്നു. എത്ര ശ്രേഷ്ഠമാണ്! കേവലം എന്നെ അറിയാമെന്നല്ല, കേവലം എന്റെ പേരറിയാമെന്നല്ല, കേവലം ഞാൻ ഇന്നടത്തെന്ന് അറിയാമെന്നല്ല, എന്റെ സർവജ്ഞാനിയായ ദൈവത്തിന് എന്നെക്കുറിച്ച് സകലവും അറിയാം. പ്രിയരെ, അത് ഇന്ന് വൈകുന്നേര സമയം നമ്മുടെ ഹൃദയങ്ങളോട് ദൈവം ഇടപെടട്ടെ. നമ്മുടെ ഏത് സാഹചര്യത്തിൽ, ഏത് ദേശത്ത്, ഏത് അവസ്ഥയിൽ നാം ആയിരിക്കുന്നുവോ, നമ്മെ മുഴുവനായി അറിയുന്ന ഒരു കർത്താവ്, എന്നെ അറിയുന്നത് ആരാണ്? സർവശക്തനായ ഉന്നതനായ സൃഷ്ടിതാവായ ദൈവം. ഇനി ആ ദൈവം അറിഞ്ഞിരിക്കുന്നത് ഏതെല്ലാം നിലയിൽ അറിഞ്ഞിരിക്കുന്നു, അതാ താഴോട്ടുള്ള ഈ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞ് അക്കമിട്ട് മാത്രം ഞാനൊന്ന് പറഞ്ഞു പോകാം. 1, 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം അറിയുന്നു. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഇനി ദൈവം എന്തറിയുന്നു? ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. അതാണ് 1-ാമതായി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. അപ്പൊ ദൈവം എന്താ അറിയുന്നത്? ഞാൻ ഇരിക്കുന്നത്, എഴുന്നേൽക്കുന്നത്. അർത്ഥാൽ ഞാൻ എന്തെല്ലാം ചെയ്യുന്നുവോ അതെല്ലാം ദൈവം അറിയുന്നു. God knows each and everything. God knows whatever I do. ഞാൻ ചെയ്യുന്നതൊക്കെയും ദൈവത്തിന് അറിയാം. എന്റെ പ്രവൃത്തികളൊക്കെയും ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രിയരെ, നമുക്ക് പല സ്ഥലങ്ങളിലായിരിക്കുന്നു. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പല ജോലിയോടുള്ള ബന്ധത്തിലും ശുശ്രൂഷയോടുള്ള ബന്ധത്തിലും ഒക്കെ പല മേഖലകളിൽ നാം ഇടപെടുന്നവരും പല പ്രവൃത്തിയിലുമായിരിക്കുന്നവരാ. അതെല്ലാം ദൈവം അറിയുന്നു. നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ഇരിപ്പ്, നമ്മുടെ നടപ്പ്, സകലം ദൈവം നമ്മെ സഹായിക്കുന്നില്ല എങ്കിൽ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുകയുമില്ല. ഇവിടെ പറയുക, സങ്കീർത്തനക്കാരൻ പറയുക, ദൈവമേ, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും എല്ലാം ദൈവം അറിയാം. എത്ര ശ്രേഷ്ഠകരമാണല്ലേ പ്രിയരെ! നാം ഇരിക്കുക, നാം ഒന്ന് എഴുന്നേൽക്കുക, ഇതിലൊന്നും നാം ഒട്ടും പ്രാധാന്യം നൽകുന്ന കാര്യമല്ല. എവിടെയെങ്കിലും വന്നാൽ പെട്ടെന്ന് ഇരിക്കുന്നു, എഴുന്നേറ്റ് പോകുന്നു, അല്ലെങ്കിൽ ഒരു റൂമിൽ നിന്നും അടുത്ത റൂമിലേക്ക് എഴുന്നേറ്റ് പോകുന്നു. ഇതിനൊന്നും നാം പ്രാധാന്യം കൊടുക്കുന്നില്ല. എന്നാൽ ഇവിടെ പറയുക, ദൈവം അതും അറിയുന്നു. എന്റെ പ്രവൃത്തികളെല്ലാം ദൈവം അറിയുന്നു. 2, ദൈവം എന്തറിയുന്നു? ആ 2-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്തേക്ക് വരുമ്പോൾ, എന്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എന്റെ നിരൂപണങ്ങൾ ദൈവം അറിയുന്നു എന്ന് വെച്ചാൽ എന്റെ ചിന്തകളൊക്കെ ദൈവം അറിയുന്നുണ്ട്. മറ്റാരും, നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവർ കാണുന്നുവെങ്കിലും നമ്മുടെ ചിന്തകൾ മറ്റാരും അറിയുന്നില്ല. എന്നാൽ ദൈവം അറിയുന്നുണ്ട്. നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ, നമ്മുടെ ഹൃദയവേദനകൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങൾ, നാളെക്കുറിച്ചുള്ള നമ്മുടെ വ്യാകുലതകൾ, കഴിഞ്ഞുപോയ നാളുകളിലെ നമ്മുടെ മാനസിക ദുഃഖങ്ങൾ, സകലവും ആരറിയുന്നു? സകലവും ദൈവം അറിയുന്നു. ഇവിടെ പറയുക, എന്റെ നിരൂപണങ്ങളൊക്കെയും ഞാൻ എന്തിനോ വേണ്ടിയൊക്കെ ആലോചിക്കുന്നുണ്ട്, അതും കർത്താവിന് അറിയാം. മുന്നോട്ട് വരട്ടെ. 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 3-ാമത്തെ വസ്തുത രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പൊ 3-ാമത് പറയുക, 1 എന്റെ പ്രവൃത്തികൾ അറിയുന്നു, 2 എന്റെ നിരൂപണങ്ങൾ അറിയുന്നു, 3 ഇവിടെ പറഞ്ഞിരിക്കുക, എന്റെ യാത്രകളൊക്കെയും എന്റെ നടപ്പൊക്കെയും ദൈവം അറിയുന്നു. നാം സഞ്ചരിക്കുന്ന വഴികൾ, നാം എത്രയോ യാത്രകൾ ചെയ്യുന്നവരാ. ഈ യാത്രകളൊക്കെ ദൈവം അറിയുന്നു.
ദൈവം അറിയുക മാത്രമല്ല, ദൈവം പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ സകല യാത്രകളും. പലപ്പോഴും നമുക്കറിയാം, ഒരുപക്ഷെ ഒരു ചുവട് തെറ്റിപ്പോയാൽ, നമുക്കൊന്നൊരു ചുവടൊന്ന് മാറിപ്പോയാൽ നമുക്ക് വീഴ്ച സംഭവിക്കും. അങ്ങനെ വീണിട്ടുള്ള നമുക്കൊക്കെയും അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട്. ചിലർക്കൊക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അങ്ങനെ തന്നെ അനേക ബുദ്ധിമുട്ടുകൾ ഏർപ്പെട്ടിട്ടുമുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ ചുവടുകളും അറിയുന്ന ഒരു ദൈവം, നമ്മുടെ യാത്രകളൊക്കെ, നമുക്ക് മിടുക്കന്മാരാണ്, എനിക്ക് നന്നായി വാഹനം ഓടിക്കാൻ അറിയാം, ഈ കാര്യങ്ങളൊക്കെ എനിക്ക് എവിടെയും യാത്ര ചെയ്യാൻ അറിയാം എന്നൊക്കെ പറയുന്നവരാണെങ്കിലും ഞാൻ പറയട്ടെ, നമ്മുടെ യാത്രകളൊക്കെ ദൈവത്തിന്റെ കരങ്ങളിലിരിക്കുന്നു. ദൈവം അറിയുന്നുണ്ട്. ഓരോ ദിവസവും നാം വാഹനമെടുത്ത് പുറത്തേക്ക് പോയി തിരികെ വരുന്നു, ദൈവം നമ്മെ പരിപാലിക്കുന്നു, ദൈവം അറിയുന്നു. നാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നു, യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. എനിക്കിങ്ങനെ പറയട്ടെ, നമ്മുടെ വാക്കുകളൊക്കെയും ദൈവം അറിയുന്നു. നമ്മുടെ പ്രവൃത്തികൾ ദൈവം അറിയുന്നു. നമ്മുടെ നിരൂപണങ്ങൾ ദൈവം അറിയുന്നു. നമ്മുടെ യാത്രകൾ ദൈവം അറിയുന്നു. 4, നമ്മുടെ വാക്കുകൾ ദൈവം അറിയുന്നു. നമ്മുടെ നാവിൽ വരുന്ന വാക്കുകൾ, നമ്മ എങ്ങനെയാ ആളുകളോട് ഇടപെടുന്നത്, നമ്മ എങ്ങനെയാ പ്രതികരിക്കുന്നത്, നമ്മ എങ്ങനെയാ സംസാരിക്കുന്നത്, എന്റെ ഓരോ വാക്കിനും ഞാൻ കണക്ക് കൊടുക്കേണ്ടവനാ. സകലവും അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. മലാക്കി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, ഭക്തന്മാർ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. അത് നമ്മോടുള്ള ബന്ധത്തിലും ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ വാക്കുകളൊക്കെയും അറിയുന്ന ഒരു ദൈവം ഉണ്ട്. അതുകൊണ്ട് ദാവീദ് സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, 19-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, എന്റെ വാക്കുകൾ അങ്ങേക്ക് പ്രസാദകരമായിരിക്കുവാൻ ശ്രദ്ധയുള്ളതായിരിക്കും. പ്രിയരെ, നമുക്ക് എത്രയോ വിലയില്ലാതെയാണ് പലപ്പോഴും പല കാര്യങ്ങളും സംസാരിക്കുന്നത്. എത്ര ലാഘവത്തോടെയാണ് നാം ചില കാര്യങ്ങൾ മറുപടി പറയുന്നത്, ചില ഉത്തരങ്ങൾ പറയുന്നത്, ചില കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഓർക്കണം, സകലവും അറിയുന്ന ഒരു ദൈവം. 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുക, നീ മുൻപും പിൻപും എന്നെ അടച്ച് നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുക. അതിന്റെ ആശയം ഇത്രയാണ്, എന്റെ ആവശ്യങ്ങളൊക്കെയും യഹോവയുടെ കൈ എന്റെ മേൽ ഇരിക്കുന്നു. വെച്ചാൽ എന്റെ ആവശ്യങ്ങളൊക്കെയും അറിഞ്ഞ് എനിക്ക് സകലവും നൽകി തരുന്ന ഒരു ദൈവം, എന്റെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. നമ്മുടെയൊക്കെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്, നമുക്ക് ആയിരിക്കുന്ന അവസ്ഥകൾ വ്യത്യസ്തമാണ്. എന്നാൽ നാം ഏതവസ്ഥയിലും ആയിരിക്കുന്നുവോ, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ശക്തനായ ഒരു ദൈവം നമുക്കുണ്ട്. ഈ സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ ഈ പരിജ്ഞാനം മനസ്സിലാക്കിയപ്പോൾ ദാവീദ് പറയുക, 6-ാമത്തെ വാക്യത്തിൽ, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരിങ്ങനെ പറയട്ടെ, നമുക്ക് ഈ പരിജ്ഞാനം ഒരു അത്യത്ഭുതമായിട്ട് തോന്നുന്നുണ്ടോ? എന്റെ പ്രവൃത്തികൾ ദൈവം അറിയുന്നു, എന്റെ നിരൂപണങ്ങൾ ദൈവം അറിയുന്നു, എന്റെ വാക്കുകൾ ദൈവം അറിയുന്നു, എന്റെ യാത്രകൾ ദൈവം അറിയുന്നു, എന്റെ ആവശ്യങ്ങൾ ദൈവം അറിയുന്നു. ഇത്രയും കാര്യങ്ങൾ ദാവീദ് പറഞ്ഞിട്ട് പറയുക, എനിക്കിത് അത്ഭുതമാ. എന്റെ ദൈവം ആരാ? അഖിലാണ്ടത്തിന്റെ ഉടയനായ ഉന്നതനായ തേജോമയനായ ദൈവം, പരിശുദ്ധനായ ദൈവം, ഉന്നതനായ ഈ മഹാദൈവം എളിയവന്റെ ഈ കാര്യങ്ങളൊക്കെയും അറിയുന്നു, സകല കാര്യങ്ങളും അറിയുന്നു. നമുക്കിതിൽ പരം എന്താ പ്രിയരെ ആവശ്യമായിരിക്കുന്നത്? നാം ഈ പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം, ഈ ദൈവത്തെ എത്ര പാടിയാലും, എത്ര സ്തുതിച്ചാലും, എത്ര നന്ദി പറഞ്ഞാലും, എത്ര ദൈവത്തിന് മുമ്പാകെ വീണ് നമസ്കരിച്ചാലും മതിവരുകയിൽ. അത്ര ഉന്നതനാ ദൈവം, അത്ര ശ്രേഷ്ഠനാണ് ആ ദൈവം. അതുകൊണ്ട് ആ ദൈവത്തിന് മുമ്പാകെ വിശ്വസ്തരായി ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ദൈവം സകലവും അറിയുന്നു, അത് നമുക്ക് എത്രയോ ആശ്വാസമാണല്ലേ. എന്റെ ആവശ്യങ്ങളെല്ലാം ദൈവം അറിയുന്നു. അതേസമയം ഇറ്റ് ഓൾസോ ഗീവ്സ് എ വാർണിംഗ്, നമുക്കൊരു വലിയ മുന്നറിയിപ്പ് കൂടെ നൽകുകയാണ്. ഈ ദൈവം സകലവും അറിയുന്നത് കൊണ്ട് ഈ ദൈവത്തെ പറ്റിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ഒരുപക്ഷെ ബാക്കി എല്ലാവരെയും പറ്റിക്കാം, പക്ഷെ ദൈവത്തെ കബളിപ്പിക്കുവാൻ കഴിയുകയില്ല. ഈ കർത്താവിന്റെ മുമ്പിൽ നാം കണക്ക് കൊടുക്കേണ്ടുന്ന ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്റെ പ്രവൃത്തിക്ക് ചെയ്തിട്ടില്ല പറയാം, എന്റെ യാത്രകൾ, ഞാൻ പോയിട്ടുള്ള സ്ഥലങ്ങൾ, അത് ദൈവത്തിനറിയാം. ഞാൻ സംസാരിച്ചിട്ടുള്ള വാക്കുകൾ, അത് ദൈവത്തിനറിയാം. എന്റെ ആവശ്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ എന്റെ ആവശ്യ ഘട്ടത്തിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ, അത് ദൈവത്തിനറിയാം. എന്റെ സകലവും ദൈവത്തിനറിയാം. അതുകൊണ്ട് സകലത്തിനും ദൈവത്തിന്റെ മുമ്പാകെ നാം കണക്ക് കൊടുക്കേണ്ടവരും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഇപ്പൊ എന്താ എന്റെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും ഒരല്പ വ്യത്യാസം കൊണ്ടുവരാൻ കർത്താവ് സഹായിക്കട്ടെ.
ദൈവം അറിയുന്നു എന്ന ബോധ്യം വരുമ്പോൾ നമുക്കറിയാം, നമുക്ക് വാഹനം ഓടിക്കുന്നവരാണ്. വാഹനം ഓടിച്ചു പോകുമ്പോൾ ന്യായമായ സ്പീഡിൽ നാം വാഹനം ഓടിച്ചു പോകുമ്പോൾ നിയമമൊക്കെ പാലിച്ചു പോകുകയാണ്. അപ്പോൾ ഓർക്കുക, പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്ന് AI ക്യാമറ വരെ വന്നിട്ടുണ്ട്. എങ്കിലും ഒരു പോലീസ് വാഹനം നിർത്തിയിട്ട് അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു 60 മൈൽ സ്പീഡിൽ പോകുന്നവര് നിയമപരമായിട്ടൊക്കെ പോകുന്നത്, എങ്കിലും കുറച്ചുകൂടെ ശ്രദ്ധിക്കും. ഞാൻ സീറ്റ് ബെൽറ്റ് വിട്ടിട്ടുണ്ടോ, എന്റെ കൂടെ ഇരിക്കുന്നവർ ഇട്ടിട്ടുണ്ടോ, എന്റെ സ്പീഡ് കറക്റ്റ് ആണോ, ഞാൻ എന്റെ കറക്റ്റ് ട്രാക്കിലാണോ പോകുന്നത്, ഒരു ശ്രദ്ധ. ഇവിടെ ദാവീദ് പറയുക, ദൈവത്തിന്റെ പരിജ്ഞാനം എത്രയോ ശ്രേഷ്ഠം. നമുക്ക് ഇവിടെ ഇത് അപ്ലൈ ചെയ്യാം. ഒരു പോലീസുകാരൻ വഴി നിന്ന് നമ്മൾ നോക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ഹൗ കെയർഫുൾ വി ആർ, എത്ര ശ്രദ്ധയുള്ളവരാണ്. നമ്മുടെ വീഡിയോ ഓൺ ആയിരിക്കുന്ന ആളുകൾ എല്ലാവരും കാണുമെന്ന് പറയുമ്പോൾ എത്ര ശ്രദ്ധയോടെയാണ് നാം ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ മഹോന്നതനായ സർവജ്ഞാനിയായ സർവശക്തനായ ദൈവം, ഈ ദൈവം നമ്മെ അറിഞ്ഞുകൊണ്ടിരിക്കുക, ഈ ദൈവം നമ്മെ സകലവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണ്. ആ ബോധ്യം നമുക്കുള്ളപ്പോൾ നാം എത്ര അധികമായും വ്യത്യാസം വരുത്തണം. തിരുവചനത്തിലേക്ക് വരുമ്പോൾ അനേക ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ നിലയിൽ ജീവിതത്തിന് വ്യത്യാസം സംഭവിച്ചു. എബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാമത്തെ വാക്യം, വിത്തൗട്ട് ഫെയ്ത്ത് ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു പ്ലീസ് ഗോഡ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നത്. ഇന്ന് ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം, നമ്മുടെ ദൈവം സകലവും അറിയുന്ന ദൈവമാണ്. ആ ദൈവം സകലവും അറിയുന്നത് കൊണ്ട് നമ്മുടെ ജീവിതം ശ്രദ്ധയുള്ളതായിരിക്കാൻ കർത്താവ് നമ്മെ സഹായം. നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ പോക്കും നമ്മുടെ വഴിയും നമ്മുടെ ഇടപെടലുകളും നമ്മുടെ സകലവും ദൈവം അറിയുന്നു. അത് നമുക്ക് എത്ര വലിയ ആശ്വാസമാണ്. എന്റെ എല്ലാം ദൈവം അറിയുന്നു, എനിക്കെല്ലാം സകല ആവശ്യങ്ങളും ദൈവം നിറവേറ്റും. ആ ബോധ്യത്തോടുകൂടി ഇരിക്കുമ്പോൾ തന്നെ ഈ ദൈവം എല്ലാം അറിയുന്നു, അതുകൊണ്ട് എല്ലാത്തിനും ഞാൻ കണക്ക് കൊടുക്കേണ്ടി വരും. ആ ബോധ്യത്തോടെ നമ്മുടെ ദൈവത്തിന്റെ മുമ്പാകെ ദൈവം എന്നെ അറിയുന്നുണ്ട്, ദൈവ സാന്നിധ്യ ബോധത്തോടുകൂടെ നമ്മുടെ ജീവിതം ക്രമീകരിപ്പാൻ, നമ്മുടെ വാക്കുകൾ അത് അശ്രദ്ധയുള്ളതാണെങ്കിൽ ശ്രദ്ധയുള്ളതാക്കി തീർക്കുക. നമ്മുടെ പോക്കുകൾ, നമ്മുടെ വഴിയാത്രകൾ അത് ദൈവത്തിന് യോഗ്യമല്ലാത്ത പാതയിലൂടെയാണെങ്കിൽ നമ്മുടെ വഴികൾ നമുക്ക് ക്രമീകരിക്കാം. നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തിന് യോഗ്യമല്ലാത്തതാണ് എങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ യോഗ്യമുള്ളതാക്കി തീർക്കാം. കർത്താവിന് മഹത്വം അർപ്പിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇനി നമുക്ക് കേൾക്കുവാൻ പോകുന്നത് പ്രിയ അപ്നേർ രാജു ജോർജ് എന്ന് പ്രിയ മകൻ ആലപിക്കുന്ന ഒരു പാട്ടാണ്. ആ ഗാനത്തിന്റെ ആശയം, മുടിയനായ പുത്രൻ മടങ്ങി അപ്പന്റെ വീട്ടിലേക്ക് വരുമ്പോൾ അപ്പനോട് പറയണമെന്ന് അവൻ ആഗ്രഹിച്ചുറപ്പിച്ചു വന്നൊരു കാര്യമുണ്ട്. അപ്പ ഞാൻ നിന്റെ മകനായിരിക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. I'm not worthy to be called as your son. അങ്ങയുടെ മകൻ എന്ന പേരിന് യോഗ്യനല്ല ഞാൻ, എന്നെ ദാസന്മാരിൽ ഒരുത്തനെ പോലെ കാണണമെന്ന് പറഞ്ഞുണ്ടാവും വരുന്നത്. പ്രിയരെ, രക്ഷിക്കപ്പെട്ട ഏതൊരു ദൈവ പൈതലും ദൈവത്തിന്റെ മുമ്പിൽ കടന്നു വരുമ്പോൾ നമുക്കെല്ലാമുള്ള ഒരു വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ വാക്കുകൾ. നാം ഇന്ന് അനുഭവിക്കുന്ന സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങൾ, നമുക്കിന്നുള്ള സകല അവകാശങ്ങൾ, പദവികൾ, ഇതൊക്കെ നാം ഇന്ന് അനുഭവിക്കുന്നവരാണ്. നമുക്കൊരു ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം, വി വർ നോട്ട് വേർതി. നാം ഒരിക്കലും യോഗ്യരല്ലാതെ ജീവിച്ചവരായിരുന്നു. ഈ സ്വർഗത്തിലെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ നമുക്ക് യാതൊരു യോഗ്യതയും ഇല്ലാത്തവരായിരുന്നു. എന്നാൽ അതൊക്കെ ദൈവം നമുക്ക് ദാനമായിട്ട് നൽകി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കും പറയാം, ദൈവം ഞാൻ യോഗ്യനല്ലായിരുന്നു, ഞങ്ങൾ ആരും യോഗ്യരല്ലായിരുന്നു, ബട്ട് യു മെയ്ഡ് us worthy. അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി ക്രിസ്തുവേശ്വരുടെ രക്തത്താൽ ഞങ്ങളെ തീർത്തു. ഈ ആശയം വരുന്ന ഒരു മനോഹരമായ ഗാനം ഇപ്പോൾ പ്രിയ അപ്നർ രാജു ജോർജ് പ്രിയ ദോഹയിൽ നിന്നുള്ള പ്രിയ മകൻ ആലപിക്കുന്നു. പ്രിയ മകനെ ഞാൻ ആലാപനത്തിനായിട്ട് ക്ഷണിക്കും. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ. എങ്കിലും
എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞാൻ ദോഷമായി നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു. ഞാൻ ദോഷമായി നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു. എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ, എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ. ഞാൻ നാട്ടൊലിവായി തീർന്നിട്ടും കായ്ച്ചതില്ല സൽഫലം. ഞാൻ നാട്ടൊലിവായി തീർന്നിട്ടും കായ്ച്ചതില്ല സൽഫലം. എങ്കിലും ഈ കൊമ്പിനെ തള്ളിയില്ലി എങ്കിലും ഈ കൊമ്പിനെ തള്ളിയില്ലി ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ
കർത്താവിന് മഹത്വം. പ്രിയ അബ്നോനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ മനോഹരമായിട്ട് ആ ഗാനം പ്രിയ മകൻ ആലപിച്ചു. ദൈവം നമ്മോട് കാണിച്ച കരുണയ്ക്ക് തിരികെ ചെയ്യുവാൻ നാം പരിശ്രമിച്ചാൽ അതൊരിക്കലും പകരമാവുകയില്ല. അങ്ങനെ ഒരു ആശയം വരുന്ന ഗാനമാണ് നാം കേൾക്കാൻ പോകുന്നത്. ഇതുവരെ നാം ഇംഗ്ലീഷ് ഗാനവും ഹിന്ദി ഗാനവും മലയാളം പാട്ടുകളും ഒക്കെ നാം കേട്ടു. ഇനി നാം വ്യത്യസ്തമായി ഒരു അറബി പാട്ടാണ് കേൾക്കാനായിട്ട് പോകുന്നത്. അതിന്റെ അർത്ഥം ഇതാണ്: ദൈവം അങ്ങ് എന്നോട് ചെയ്തിരിക്കുന്ന നന്മകൾക്ക്, അങ്ങ് എന്നോട് കാണിച്ച സ്നേഹത്തിന്, അങ്ങ് എനിക്ക് നൽകിയ അനുഗ്രഹത്തിന്, എനിക്കുള്ളതെല്ലാം അങ്ങേക്ക് തിരികെ നൽകിയാലും അതൊരിക്കലും പകരമാകുകയില്ല. എത്ര യാഥാർത്ഥ്യമാണല്ലേ! ദൈവം നമ്മോട് കാണിച്ചിരിക്കുന്ന കരുണയ്ക്ക്, സ്നേഹത്തിന്, അനുഗ്രഹത്തിന്, നന്മകൾക്ക് ഇതിന് ഞാൻ പകരം കൊടുക്കുവാൻ നമ്മെ കൊണ്ട് സാധിക്കുകയും. കാരണം നമുക്ക് അസാധ്യമായ ഒരു കാര്യമാണ്. നമുക്കൊരിക്കലും ലഭിക്കുവാൻ സാധിക്കാതിരുന്നതൊക്കെയും ദൈവം നമുക്ക് നൽകി തന്നു. അതുകൊണ്ട് ദൈവത്തെ എത്ര സ്തുതിച്ചാലും മഹത്വപ്പെടുത്തിയാലും അത് അവസാനിക്കുകയില്ല. അവർണ്ണനീയമാണ് ദൈവം നമ്മോട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ പാട്ടിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ലെറ്റ്സ് ഗീവ് ourselves to God. നമ്മെ തന്നെ ദൈവത്തിന് കൊടുക്കാൻ. ഈ അർത്ഥം വരുന്ന മനോഹരമായ ഒരു അറബി ഗാനം ബഹ്റൈനിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയ ജ്വാലയും ചേർന്ന്, ഇരു പൈതങ്ങളും ചേർന്ന് ആ പാട്ട് നമുക്കായിട്ട് ആലപിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ ആ ഗാനം ആലപിക്കുവാൻ വേണ്ടി ക്ഷണിക്കും. Mamluk
ജോനെ ഓർത്തും ജോലെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ എഫേർട്ടൊക്കെ എടുത്ത് ഈ അറബി ഗാനമൊക്കെ പഠിച്ച് ആലപിക്കുവാൻ ദൈവം അവരെ സഹായിച്ചു. തുടർന്നും കർത്താവ് പ്രിയ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപയും നൽകട്ടെ. ഇനി നാം കേൾക്കാൻ പോകുന്നത് മറ്റൊരു ഹിന്ദി ഗാനമാണ്. ദൈവം നമുക്ക് നൽകിയ ഒരു വലിയ വാഗ്ദത്തമുണ്ട്. ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന്, എപ്പോഴും ഉണ്ട്. ആ വാഗ്ദത്തം നമ്മൾ എപ്പോഴും മുറുകെ പിടിക്കുന്നവരുമാണ്. അത് എത്രയോ വലിയ യാഥാർത്ഥ്യം. ദൈവം നമ്മോട് കൂടെ ഉണ്ട്. എന്നാൽ നാം തിരികെ ചോദിക്കേണ്ടത്, ചിന്തിക്കേണ്ടതുമായ ഒരു കാര്യം, ഗോഡ് ഈസ് വിത്ത് മീ ഓൾ ദ ടൈം, ബട്ട് ആം ഐ വിത്ത് ഹിം? ഞാൻ ദൈവത്തോട് കൂടെ ഉണ്ടോ? ദൈവം എന്നോട് കൂടെ ഉണ്ട്, പക്ഷെ ഞാൻ ദൈവത്തോട് കൂടെയാണ്. നാം പലപ്പോഴും യാത്ര പോകുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാറുള്ളത് ഒരു കാര്യം ഇങ്ങനെയാണ്: ദൈവമേ, അങ്ങ് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. വി ഡോണ്ട് നീഡ് ടു പ്രേ ദാറ്റ് പ്രേയർ. നമുക്കൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ട ആവശ്യം പോലും ഇല്ല. കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. പക്ഷേ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതും ഓർമ്മപ്പെടുത്തേണ്ടതും ഒരു കാര്യം, എന്റെ എല്ലാ പ്രവർത്തികളിലും എന്റെ എല്ലാ യാത്രകളിലും ഞാൻ എപ്പോഴും ഇടപെടുമ്പോഴും ഞാൻ എന്റെ ദൈവത്തോടു കൂടെയാണ്. ദൈവം എന്നോട് കൂടെയുണ്ട്, പക്ഷെ ആമായി വിത്ത് ഹിം, ഞാൻ എന്റെ ദൈവത്തോട് കൂടെയാണോ? ആ ദൈവവുമായിട്ടുള്ള എന്റെ ബന്ധം അതെങ്ങനെയാണ്? കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന് നമ്മോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നമുക്കിനി ഒരു ഗാനം കേൾക്കാം. ഒരു ഹിന്ദി ഗാനമാണ്. അൽവർ എന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങൾ ജോവാനയും ജോയലിനും ചേർന്ന് ആ പാട്ട് ആലപിക്കുന്നു. പ്രിയ ജോവാനയും ജോയലിനെയും ഗാനാലാപനത്തിനായിട്ട് ക്ഷണിക്കുന്നു. जैसे मैं मूसा के साथ साथ था, वैसे ही तेरे भी साथ रहूंगा। जैसे मैं मूसा के साथ साथ था, वैसे ही तेरे भी साथ रहूंगा। 10 पदार न होऊंगा मैं तुझसे, 10
പ്രിയ ജോവാനെ ഓർത്തും ജോവലിനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ മനോഹരമായിട്ട് നന്നായിട്ട് കുഞ്ഞുങ്ങൾ ആലപിച്ചു. ദൈവം അവരെ സഹായിക്കട്ടെ. വളർന്നു വരുമ്പോൾ കർത്താവിന് വേണ്ടി ഇനി നന്നായിട്ട് പാട്ടുകൾ പാടുവാൻ പ്രിയ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ഒരിക്കലൊരു മാതാവ് ഇങ്ങനെ പറഞ്ഞു, വിധവയായതിനു ശേഷം അദ്ദേഹം മാതാവ് ഇങ്ങനെ പറഞ്ഞു, എനിക്കിനി ആരുമില്ല, ആകെ കർത്താവ് മാത്രമേ എനിക്കുള്ളൂ. ഐ ഹാവ് നോ വൺ ബട്ട് ഓൺലി ഗോഡ്. അത് വളരെ ദുഃഖത്തോടെയാ പറഞ്ഞത്. എന്റെ മക്കളും ഒക്കെ എന്നെ ഇട്ടേച്ച് പോയി, ബട്ട് ഓൺലി ഐ ഹാവ് ഗോഡ്. എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ. മറുവശത്ത് ചിന്തിച്ചാൽ എല്ലാവരും പോയാലും നമ്മിപ്പോൾ കേട്ട പാട്ടിലും അത് തന്നെയായിരുന്നു. ലോകം മുഴുവൻ നമുക്കെതിരെ വന്നാലും ബട്ട് ഐ ഹാവ് ഗോഡ്. എനിക്ക് ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ദാറ്റ്സ് എനഫ്. ലോകം മുഴുവൻ എതിരായാലും കർത്താവ് നമ്മുടെ പക്ഷത്തെങ്കിൽ നാം ആരെ ഭയക്കേണ്ടു? നാം അവനുള്ളവൻ. ദൈവത്തിന്റെ ജനമാണ് നാം. അതുകൊണ്ട് ദൈവം നമ്മുടെ പക്കലുണ്ട്. ആ മനോഹരമായ ആശയം വരുന്ന ഒരു ഇംഗ്ലീഷ് ഗാനം ഇപ്പോൾ പ്രിയ ജോവിയ സോളമൻ, പ്രിയ ഡൽഹിയിൽ നിന്നും പ്രിയ പൈതൽ ആ ഗാനം ആലപിക്കുന്നു. ഐ വിൽ കോൾ അപ്പോൺ യുവർ നെയിം എന്ന് തുടങ്ങുന്ന ഇംഗ്ലീഷ് ഗാനം പ്രിയ ജോവിയ നമുക്കായിട്ട് ആലപിക്കുന്നു. നൗ ഓവർ ടു ജോവിയ.
താങ്ക് യു ജോവിയ, താങ്ക് യു ജെയ്ക്ക്. കർത്താവ് പ്രിയ കുഞ്ഞുങ്ങളെ സഹായിക്കട്ടെ. പെരുന്നാളുകളിലും ദൈവം ഉപയോഗിക്കട്ടെ. നമ്മുടെ ഈ സങ്കീർത്തനം എന്ന ഈ സ്പെഷ്യൽ പ്രോഗ്രാമിന്റെ ഏറ്റവും ഒടുവിലത്തെ ഗാനത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 9 പാട്ടുകൾ പ്രിയ കുഞ്ഞുങ്ങൾക്ക് ആലപിക്കാൻ ദൈവം സഹായിച്ചു. ഇനി 10ാമത്തെ ഏറ്റവും ഒടുവിലത്തെ ഗാനത്തിലേക്ക് കടന്നു വരികയാണ്. നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, ആകാശം ദൈവത്തിന് മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. സകല സൃഷ്ടിയും ദൈവത്തെ സ്തുതിക്കുക നമുക്ക് ലഭിച്ച എത്രയോ വലിയ ഭാഗ്യമാണ്. ഈ ദൈവത്തെ അറിയുവാൻ, ഈ സത്യദൈവത്തെ അറിയുവാൻ. പത്രോസിനോട് കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? പത്രോസിന്റെ മറുപടി, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ, യേശു ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ, ദൈവമക്കളായി തീരുവാൻ, ഈ ഉന്നതനായ മഹോന്നതനായ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ നമുക്ക് ലഭിച്ച ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ആശയം വരുന്ന ദൈവം ഞാൻ അങ്ങേ വാഴ്ത്തുന്നു എന്ന ആശയം വരുന്ന വരികൾ വരുന്ന ഈ ഗാനം പ്രിയ എൽട്ടൺ ബിനോയ് ചെറിയാൻ, പ്രിയ മകൻ, നമുക്കായിട്ട് ആലപിക്കുന്നു. പ്രിയ പൈതലിന്റെ ഇതേ പാട്ട് യൂട്യൂബിലുമുണ്ട്. ഏകദേശം 10,000-ഓളം ആളുകൾ അത് കണ്ടിട്ടുമുണ്ട്. ആ ഗാനം കേട്ട് നമുക്ക് ദൈവത്തെ ഒന്നിച്ച് വീണ്ടും വാഴ്ത്താം, സ്തുതിക്കാം. പ്രിയ എൽട്ടനെ ഗാനാലാപനത്തിനായിട്ട് ക്ഷണിക്കും. കാറ്റും കരയും കടലുമെല്ലാം അങ്ങേ വാഴ്ത്തുന്നു, അങ്ങേ വാഴ്ത്തുന്നു. കാറ്റും കരയും കടലുമെല്ലാം അങ്ങേ വാഴ്ത്തുന്നു, അങ്ങേ വാഴ്ത്തുന്നു. ഉയിരു തന്ന ദൈവത്തെ പാടി വാഴ്ത്തുന്നു, പാടി വാഴ്ത്തുന്നു. ഉയിരു തന്ന ദൈവത്തെ പാടി വാഴ്ത്തുന്നു, പാടി വാഴ്ത്തുന്നു. കാറ്റും കരയും കടലുമെല്ലാം അങ്ങേ വാഴ്ത്തുന്നു, അങ്ങേ വാഴ്ത്തുന്നു. മാമരങ്ങൾ മൗനമായി ഗീതം മൂളുമ്പോൾ, മന്നവാ നിൻ മഹിമയെല്ലാം വാഴ്ത്തിപ്പാടുമ്പോൾ. മാമരങ്ങൾ മൗനമായി ഗീതം മൂളുമ്പോൾ, മന്നവാ നിൻ മഹിമയെല്ലാം വാഴ്ത്തിപ്പാടുമ്പോൾ.
യേശുദേവാ നിന്റെ സ്നേഹം ഓർത്തു പാടുന്നു പാടിടുന്നു ഞാനുമപ്പ നന്ദിയോടെന്നും യേശുദേവാ നിന്റെ സ്നേഹം ഓർത്തു പാടുന്നു കാറ്റും കരയും കടലുമെല്ലാം അങ്ങേ വാഴ്ത്തുന്നു അങ്ങേ വാഴ്ത്തുന്നു ഉയിരു തന്ന ദൈവത്തെ പാടി വാഴ്ത്തുന്നു പാടി വാഴ്ത്തുന്നു കാറ്റും കരയും കടലുമെല്ലാം അങ്ങേ വാഴ്ത്തുന്നു അങ്ങേ വാഴ്ത്തുന്നു അങ്ങേ വാഴ്ത്തുന്നു അങ്ങേ വാഴ്ത്തുന്നു അങ്ങേ വാഴ്ത്തുന്നു അങ്ങേ വാഴ്ത്തുന്നു. കർത്താവ് ഇന്ന് ഗാനം ആലപിച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കും ആവശ്യമായ കൃപ നൽകി ദൈവത്തിനെല്ലാം മഹത്വം അർപ്പിക്കുന്നു. ഇപ്പോൾ റിജോയ് ബ്രദറിന്റെ മൈക്ക് കൈമാറുന്നു. ദൈവത്തിന് സ്തോത്രം. ഇത്രയും സമയം കുഞ്ഞുങ്ങളുടെ മനോഹരമായ ശബ്ദത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന മനോഹര ഗാനങ്ങൾ കേൾക്കുവാൻ ഇരായതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അടിയങ്ങൾക്ക് പ്രകാരം ഒരു മീറ്റിംഗ് ക്രമീകരിക്കുവാൻ സ്വർഗത്തിന്റെ ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വരും ദിവസങ്ങളിലും കുഞ്ഞുങ്ങൾക്ക് അനുമതിയായിരിക്കുന്ന അവസരങ്ങൾ ദൈവം നൽകട്ടെ. മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുവാൻ ദൈവം ധാരാളമായ കൃപ നൽകട്ടെ. വളർന്നു വരുമ്പോൾ ദൈവനാമ മഹത്വത്തിനു വേണ്ടി ജീവിപ്പാൻ അവർക്ക് എല്ലാ അവസരങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം ധാരാളമായി സഹായിക്കട്ടെ. നന്ദിയുടെ ചില വാക്കുകൾ പറയുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അത് ചെയ്യേണ്ടിയിരുന്നത് ജോൺ ചെറിയാൻ അങ്കിളാണ്. എന്നാൽ അങ്കിളിന് ശാരീരികമായി നല്ല ക്ഷേമമില്ലാത്ത സ്ഥിതിയിലാണുള്ളത്. അതുകൊണ്ട് ആ ശുശ്രൂഷ ഞാൻ ചെയ്യുകയാണ്. ഇന്ന് ഇവിടെ ഗാനങ്ങൾ ആലപിച്ച കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ബഹറിൽ നിന്നും ജോയന്ന എൻ്റെ ജോയല്ല, എൻ്റെ സഹോദരൻ്റെ കുഞ്ഞുങ്ങളാണ്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ അവരോടുള്ള നന്ദിയും അറിയിക്കുകയാണ്. അതുപോലെ അൽവാറിൽ നിന്നും ജോയന്ന എൻ്റെ ജോയലിൻ, നമുക്കെല്ലാവർക്കും അറിയുന്ന ഗാനങ്ങൾ ആലപിക്കുന്ന സഹോദരി മജു എബിയുടെ കുഞ്ഞുങ്ങളാണ്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അവരോടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ ബിലായിൽ നിന്നും എൽസ ആൻഡ് എൽവിൻ, അവിടുത്തെ സുവിശേഷകൻ അലക്സ് എന്ന് പറയുന്ന സഹോദരന്റെ കുഞ്ഞുങ്ങളാണ്. മനോഹരമായ ഗാനങ്ങൾ അനവധി വേദികളിൽ കഴിഞ്ഞ നാളുകളിൽ ആലപിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അവരോടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യും. അതുപോലെ ഡൽഹിയിൽ നിന്നും ജേക്ക്, ജെന്നിഫർ ആൻഡ് ജോവിയ, 3 പേരും ഒരു ഭവനത്തിലുള്ള കുഞ്ഞുങ്ങളാണ്, സഹോദരങ്ങളാണ്. മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുവാൻ ദൈവം അവർക്ക് കഴിഞ്ഞ നാളുകളിൽ അവസരം കൊടുത്തിട്ടുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അവരോടുള്ള നന്ദി അറിയിക്കുകയും ചെയ്തു. UK നിന്നും പ്രിയ ജൂലിയ ജോർജ് മനോഹരമായ റിഗ്ലീഷ് ഗാനം ആലപിക്കുവാൻ ഇടയായി തീർന്നു. പ്രിയ മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്തു. അതുപോലെ മണ്ണാർത്തറ റാന്നിയിൽ നിന്നും പ്രിയ ജാനറ്റ് ജോൺ മനോഹരമായി ഗാനം ആലപിക്കുവാൻ ഇടയായി. പ്രിയ പൈതലിനെ ദൈവം സഹായിക്കട്ടെ. ജാനറ്റിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുക. അതുപോലെ ദോഹയിൽ നിന്നും അപ്നേർ രാജു ജോർജ്, നമുക്കെല്ലാവർക്കും സുപരിചിതനായ ഒരു ഗായകനാണ് രാജു ജോർജ് ദോഹ. അദ്ദേഹത്തിന്റെ മകനാണ് അപ്നേർ. മനോഹരമായി ആ ഗാനം ആലപിക്കുവാൻ പ്രിയ പൈതലിനിടയായല്ലോ. ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്തു. അതുപോലെ കോട്ടയത്ത് നിന്നും എൽട്ടൺ ബിനോയ് ചെറിയാൻ, നമുക്കറിയുന്നത് പോലെ മ്യൂസിഷ്യനായിരിക്കുന്ന സഹോദരനാണ് ബിനോയ് ചെറിയാൻ. അദ്ദേഹത്തിന്റെ മകനാണ് എൽട്ടൺ. ആ എൽട്ടൺ നേരത്തെ ഓർപ്പിച്ചതുപോലെ എൽട്ടന്റെ ഗാനങ്ങൾ യൂട്യൂബിൽ ഉണ്ട്. മനോഹരമായി ഗാനങ്ങൾ ആലപിക്കുവാൻ ഇടയായി തീർന്നുവല്ലോ. ദൈവത്തെ സ്തുതിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്തു. അതുപോലെ അതുൽ ക്രിസ്റ്റഫർ മെൽബണിൽ നിന്നും ഗാനം ആലപിച്ചു. അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ പൈതലിനും ആവശ്യമായിരിക്കുന്ന ദൈവകൃപ നൽകട്ടെ. ധാരാളം ദൈവകൃപ വരും ദിവസങ്ങളിൽ അനുഭവിക്കാൻ ഇടയാകട്ടെ. പ്രിയപ്പെട്ടവരുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അത് മാത്രമല്ല മനോഹരമായി ഈ മീറ്റിംഗിൽ ചെയ്യുവാൻ ഗാനങ്ങളെ കുറിച്ചുള്ള
നരേഷൻ നൽകുവാൻ, അതുപോലെ ദൈവവചന സന്ദേശം നൽകുവാൻ ദാസൻ ഗോപി തോമസിനെ എടുത്ത് ഉപയോഗിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മുടെ എല്ലാ വഴികളും അറിയുന്നു. നമ്മുടെ ഓരോ കാര്യങ്ങളും അവൻ അറിയിക്കുക എത്രയോ അത്ഭുതകരമായ ഒരു കാര്യം. ആ കാര്യം നമ്മെ ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് നാം വളരെ ശ്രദ്ധയോടുകൂടി ഒരു ദിവസം ജീവിപ്പാനായിട്ട് ആവശ്യമുണ്ട് എന്നുള്ള കാര്യം നമ്മെ ഓർമ്മിപ്പിച്ചുണർത്തുവാൻ പ്രിയ കർത്തദാസൻ ഇടയായി തീർന്നു. കർത്തദാസനോടുള്ള എല്ലാ നന്ദിയും സ്നേഹം അറിയിക്കുന്നു. വളരെ മനോഹരമായി ഈ പ്രോഗ്രാം ലീഡ് ചെയ്യുവാൻ കർത്തദാസന് കൊടുത്ത കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. വരും ദിവസങ്ങളിലും ധാരാളമായ കൃപ ലഭിക്കട്ടെ. അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലകളിൽ ദൈവം ധാരാളമായ കൃപകൾ നൽകി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ നമ്മെ സഹായിച്ച കർത്താവിന്റെ ദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യം നമ്മെ പ്രാർത്ഥനയിൽ സഹായിച്ച ഡോക്ടർ KC അബ്രഹാം അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി അറിയിക്കുന്നു. തുടർന്നൊടുവിലായി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നത് ഹരിയാനയിലെ ഭിവാനി എന്ന് പറയുന്ന സ്ഥലത്ത് വേല ചെയ്യുന്ന KK തങ്കച്ചൻ അവർകളാണ്. അദ്ദേഹത്തോടുള്ള നന്ദി അഡ്വാൻസ് ആയിട്ട് അറിയിക്കുന്നു. ദൈവം ധാരാളമായി സഹായിക്കട്ടെ. പ്രിയ ജോൺ ചെറിയാനങ്കിലിനെ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിംഗ് പ്രകാരം പോസ്റ്റ് ചെയ്യുവാനൊക്കെ കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. ശാരീരികമായി ക്ഷേമമില്ലാത്തവനായി കഴിയുന്നു. പ്രിയ അങ്കിലിനെ ഓർത്ത് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് വിവിധങ്ങളായിരിക്കുന്ന ശുശ്രൂഷകൾ നിർവഹിക്കാൻ ആവശ്യമായിരിക്കുന്ന കൃപ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയും ചോദിക്കുന്നു. കൂടാതെ ഈ മീറ്റിംഗിൽ ആദ്യോടന്തം നമ്മോടൊപ്പമായിരുന്ന എല്ലാ സഹോദരി സഹോദരന്മാരോടുമുള്ള നന്ദിയും സ്നേഹം അറിയിക്കുന്നു. ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ എല്ലാ മാസത്തിന്റെയും അവസാനത്തെ ശനിയാഴ്ച സംഗീത ശുശ്രൂഷ ഇതേ ലിങ്കിൽ നിങ്ങൾ നടത്തി വരുന്നുണ്ട്. കാര്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും എല്ലാവരും ജോയിൻ ചെയ്യുവാനും ഇടയായിത്തീരണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്, ഈ ലിങ്കിൽ ചില ശുശ്രൂഷകൾ നടന്നു വരുന്നുണ്ട്. ആ ശുശ്രൂഷകളെ കുറിച്ച് പെട്ടെന്നൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ സമയം 6:30 മുതൽ 7 മണി വരെ ബൈബിൾ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. കർത്താവിന് വെച്ചാൽ മെയ് 1 മുതൽ റോമാലേഖനം ആണ് ക്ലാസ്സുകളായിട്ട് എടുക്കുന്നത്. ആ വിഷയത്തിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യുവാൻ ഇടയായിത്തീരും. അതുപോലെ തന്നെ സഹോദരിമാരുടെ കൂട്ടായ്മ യോഗം എല്ലാ വ്യാഴാഴ്ചകളിലും വൈകുന്നേരം 5:30 മുതൽ 7 മണി വരെ നടക്കുന്നുണ്ട്. സഹോദരിമാർക്ക് ആത്മീയമായി ഉന്നമനത്തിനും അതിനും പഠിക്കുന്നതിനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. സഹോദരിമാർക്ക് ജോയിൻ ചെയ്യുവാനായിട്ടുള്ള അവസരമുണ്ട്. അതുപോലെ എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6 മണി മുതൽ 7:30 വരെ കുടുംബ കൂട്ടായ്മ യോഗമുണ്ട്. കുടുംബങ്ങളായി ഒരുമിച്ച് കൂടി വന്ന് പാടുവാനും പ്രാർത്ഥിപ്പാനും ദൈവം ധ്യാനിക്കുവാനും ഒക്കെയുള്ള അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ ശുശ്രൂഷകളിലേക്കൊക്കെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഒരു ദിവസങ്ങളിൽ ധാരാളമായ ദൈവകൃപ ദൈവം ഇടയായി തീരട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഇപ്പോൾ ഹരിയാനയിൽ ഭിവാനിയിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന കർത്തദാസൻ KK തങ്കച്ചൻ അവർക്ക് പ്രാർത്ഥിച്ചു. നമുക്ക് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ ഈ ശുശ്രൂഷ അവസാനം നമുക്ക് പ്രാർത്ഥിക്കാം. അടിങ്ങളെ ദിവത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവിൻ ദൈവമേ, ഈ നല്ല സമയത്തിന്റെ അവിടുത്തെ സ്തുതിക്കുന്നു. അവിടുത്തെ മക്കളായ അടിങ്ങൾക്ക് തിരുസന്നിധിയിൽ ഒരു പ്രാവശ്യം കൊണ്ട് അടുത്ത് വരുവാനും കർത്താവെ ദൈവ സാന്നിധ്യവും കൃപ അനുഭവിച്ചുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളുടെ പാട്ടുകൾ കേൾപ്പാൻ തൊക്കൊണ്ട് അവിടെ നിലയാക്കിയതിനെ അങ്ങ് സ്തുതിക്കുന്നു. പാട്ട് പാടിയ എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വചന ശുശ്രൂഷ ചെയ്ത പ്രിയ ദേവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ മോശയും ഇസ്രായേൽ മക്കളും പാടിയതുപോലെ ഞാൻ യഹോവയ്ക്ക് പാട്ട് പാടും, അവൻ മഹോന്നതൻ എന്ന് പറവാൻ തൊക്കുന്ന അടിങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഇടയാക്കുന്ന കൃപയോർത്ത് സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പാട്ടുപാടും, ഞാൻ പാട്ടുപാടും, പല ഭാഷകളിലും പല രീതിയിലും പല ടൂണിലുമുള്ള പാട്ടുകൾ പാടുവാനും കർത്താവെ അത് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പ്രിയ കുഞ്ഞുങ്ങൾ അത് പ്രസന്റ് ചെയ്യുവാൻ തൊകൊണ്ട് നിലയാക്കി അതിനെ അങ്ങ് സ്തുതിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളെയും തർക്കത്തിൽ ഏൽപ്പിക്കുന്നു. ആവശ്യമായിരിക്കുന്ന ഗർഭം നിറച്ച് അനുഗ്രഹിക്കപ്പെട്ട നിലയിലായിരിക്കാൻ തൊകൊണ്ട് നിലയാക്കണമേ. ഇത് കണ്ടക്ട് ചെയ്യുവാനും കർത്താവെ മറ്റേ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തൊക്കൊണ്ടും ദേവദാസന്മാരെ അവിടെ നിലയാക്കി ആരെങ്ങൾക്ക് ഇങ്ങനെ ഒരു സന്ദർഭം നൽകി തന്ന കൃപയോർത്ത് സ്തുതിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾക്ക് ഉത്തരവാദിയായിരുന്ന നിങ്ങളെ അനുഗ്രഹിച്ചു സഹായിച്ചു. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നടക്കുവാൻ അവിടെ നിലയാക്കിയല്ലോ, അതിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ കൃപയും സാന്നിധ്യം അനുഭവിപ്പാൻ മഹോന്നതനായ ദൈവത്തെ പാടി സ്തുതിപ്പാൻ തൊക്കൊണ്ട് അവിടെ നിലയാക്കുന്ന കൃപയോർത്ത് സ്തുതിക്കുന്നു. തേനിലും മധുരം എന്നുള്ള പാട്ടുപാടി കർത്താവെ ദൈവത്തെ സ്തുതിപ്പാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തൊക്കൊണ്ട് അവിടെ നിലയാക്കി അടിയങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ പല ഭാഷകളിലുള്ള പാട്ടുകൾ കേൾക്കുവാൻ തൊക്കൊണ്ട് അവിടെ നിലയാക്കിയല്ലോ, അതിനെ സ്തുതിക്കുന്നു. ആ പ്രിയ കുഞ്ഞുങ്ങളെ എല്ലാം തർക്കത്തിലേൽപ്പിക്കുന്നു. കുഞ്ഞുങ്ങൾ ദൈവസഭയ്ക്ക് ഒരു മുതൽ കൂട്ടായി
കർത്താവെ പല സ്ഥലങ്ങളിലും ആയിരിക്കാൻ കൊണ്ടോട്ട് നിരാക്കണം എന്നങ്ങൾ അപേക്ഷിക്കുന്നു. യഹോവയായി ദൈവത്തെ സ്തുതിപ്പാൻ സ്തോത്രം ചെയ്യുവാൻ കൊണ്ടുള്ള സാഹചര്യം അവിടുന്ന് ഒരുക്കി തരുന്നല്ലോ. അതിനെ സ്തുതിക്കുന്നു. അവൻ നല്ലവനാണ്, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ഓർക്കുവാൻ കൊണ്ട് അവിടെ നിരാക്കുന്ന കൃപയോർത്തങ്ങ് സ്തുതിക്കുന്നു. ആത്മീയമായും ഭൗതികമായങ്ങളെ അനുഗ്രഹിക്കണം. അല്പസമയം അവിടുത്തെ തിരുസന്നയിലായിരിക്കാൻ അവിടെ നിരാക്കല്ലോ. അതിനെ സ്തുതിക്കുന്നു. സകല വിധത്തിലും അനുഗ്രഹിച്ച് സഹായിച്ചും ഇനിയും കർത്താവിന്റെ വരവ് വരെയും കർത്താവ് അടിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചെയ്യുവാൻ കൊണ്ടുള്ള സാഹചര്യവും അവിടുന്ന് ഒരുക്കി തരണമെന്നിടങ്ങൾ അപേക്ഷിക്കുന്നു. സുഖമില്ലായിരിക്കുന്ന പ്രിയ സഹോദരൻ ജോൺ ചെറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ തനിക്ക് ശാരീരികമായിട്ടുള്ള ബലഹീനതയും പ്രയാസമൊക്കെ ഉണ്ട്. അതിൽ നിന്നെല്ലാം വിടുവിച്ച് ആരോഗ്യത്തോടെ ബലത്തോടായിരിക്കാൻ അവിടുന്ന് നിരാക്കണമേ. അവിടുത്തെ ഹിതമെങ്കിൽ മെയ് 1-ാം തീയതി മുതൽ KM ജോൺ കർത്താവ് ദൈവദാസൻ റോമാലേഖനത്തിൽ നിന്ന് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ അതിൽ പങ്കുചേരുവാൻ കൊണ്ടുങ്ങളെ ഇടയാക്കണം എന്നെങ്കിൽ അപേക്ഷിക്കുന്നു. ദൈവസാന്നിധ്യവും ദൈവകൃപയും ഉണ്ടായിരിക്കണം. ഇതെല്ലാം കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി ആയിപ്പാൻ കൊണ്ടോട് നിരാക്കണം എന്നെങ്കിൽ അപേക്ഷിക്കുന്നു. ജീവനുള്ള ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് വരുമെന്ന് കൊണ്ടോട് നിരാക്കണമേ. സകലത്തിലും അനുഗ്രഹിക്കണം. ഇത്രത്തോളം സമയം തന്നതിനെ സ്തുതിക്കുന്നു. സകലവും അടിയങ്ങൾക്ക് ആ ജീവനെ നൽകി തന്ന ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും ഇതിൽ പങ്കെടുത്ത സകലരോടും കൂടെ ഇരിക്കണം എന്നടിയങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവകൃപയിൽ ആശ്രയിപ്പാൻ അവിടെ നിരാക്കുന്നല്ലോ. അതിനെ സ്തുതിക്കുന്നു. സകലവും ദൈവനാമമഹത്വത്തിന് വേണ്ടി ഉപയോഗിപ്പാൻ അവിടെ നിരാക്കണമേ. പരിശുദ്ധാത്മാവിന്റെ സഹവാദിത്വത്തിൽ ആയിരിക്കാൻ കൊണ്ട് അവിടെ നിരാക്കുന്നല്ലോ. അതിനെ സ്തുതിക്കുന്നു. എല്ലാം ദൈവനാമമഹത്വത്തിന് വേണ്ടി ഉപയോഗിപ്പാൻ അവിടെ നിരാക്കണം. സകല മടിയങ്ങൾക്കായി